നമസ്കാരം. ഞാനിപ്പോൾ സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായ വേടനെക്കുറിച്ചാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാൻ വേണ്ടി അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കാരണം ഇപ്പോൾ വേടൻ്റെ പേരിലുണ്ടാകുന്ന പൊല്ലാപ്പുകളും പുകലുകളും എല്ലാം നിങ്ങൾ കാണുന്നതാണ്. വേടൻ്റെ ഏതൊരു റീലിന് മുമ്പിലും വേടൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏതൊരു വീഡിയോയ്ക്ക് മുന്നിലും അല്ലെങ്കിൽ ഏതൊരു ഫോട്ടോയ്ക്ക് കീഴെയും അതിൽ വരുന്ന കമൻറ്റുകൾ എല്ലാവരും കാണുന്നതാണ്. ശരിയാണ്, വേടൻ കുറേ കാര്യങ്ങൾ ഊക്ക് ഡിസർവ് ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ടും. വേടൻ്റെ ചില പരാമർശങ്ങളും വേടൻ്റെ കേസുകളായാലും അതെല്ലാം വേടൻ ഊക്ക് ഡിസർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് വേടനാണ് കേരളത്തിൽ ജാതി പരത്തുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായി ജാതി കണ്ടുപിടിച്ചത് തന്നെ വേടനാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, വേടനാണോ കേരളത്തിൽ ആദ്യമായി ജാതി പറയുന്ന ആൾ? അല്ല, ഒരിക്കലുമല്ല. പക്ഷേ അടിസ്ഥാന വർഗ്ഗത്തിൽ നിന്ന് തൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് തൻ്റെ വരികളിലൂടെ, തൻ്റെ കവിതകളിലൂടെ, തൻ്റെ വാക്കുകളിലൂടെ തൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് മുൻനിരയിലേക്ക് കടന്ന കേരളത്തിലെ ആദ്യത്തെ വ്യക്തി വേടനാണ്. ആദ്യത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ പുതുതലമുറയിലെ ആദ്യത്തെ വ്യക്തി. പുകയില അപ്പച്ചനെയൊന്നും മറന്നതല്ല. ഞാൻ പറഞ്ഞ ഈ ഒരു തലമുറയിൽ ഒരു ദളിതൻ്റെ, ഒരു അടിസ്ഥാന വർഗ്ഗക്കാരൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തി വേടനാണ്. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വേടൻ ഫോളോ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയുമ്പോഴാണ് ഇവിടെ പലർക്കും പ്രശ്നം. അയ്യങ്കാളിയെ കുറിച്ച് പറയുമ്പോൾ, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ, പൊയ്കൽ അപ്പച്ചൻ്റെ വരികൾ പാടുമ്പോൾ ഇതെല്ലാം അവർക്ക് വലിയ പ്രശ്നങ്ങളാണ്. സത്യത്തിൽ എല്ലാവരും പറയുന്നത് വേടൻ പഴയ കാര്യങ്ങൾ വീണ്ടും പറയുന്നു, പഴയ ജാതി വ്യവസ്ഥ പറയുന്നു. പുതുതലമുറയിൽ ഇതൊന്നും പുതുതലമുറയ്ക്ക് അറിയില്ല എന്ന രീതിയിൽ വേടൻ പറഞ്ഞതെല്ലാം, വേടൻ പറയുന്നത് അയ്യങ്കാളിയുടെ ചരിത്രമായാലും ശ്രീനാരായണ ഗുരുവിൻ്റെ ചരിത്രമായാലും പൊയ്കൽ അപ്പച്ചൻ്റെ ചരിത്രമായാലും അതെല്ലാം കേരളത്തിൻ്റെ ചരിത്രമാണ്. ആ ചരിത്രമെല്ലാം പുതുതലമുറ അറിഞ്ഞു തന്നെ വളരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇങ്ങനെ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു കേരളത്തിൽ, ഇപ്പോഴും ജാതി വ്യവസ്ഥ ഉണ്ടെന്നാണ്, അല്ലെന്നല്ല. അടിസ്ഥാന വർഗ്ഗക്കാർക്ക് അയിത്തവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു മുമ്പ് നമുക്കുണ്ടായിരുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ അറിഞ്ഞു തന്നെ നമ്മുടെ പുതുതലമുറ വളർന്നു വരണമെന്നാണ് ഞാൻ. ഇപ്പോൾ ഇന്ത്യയിലും ഇപ്പോൾ കേരളത്തിന് ജാതിയില്ല എന്നാണ്. നിങ്ങൾ സത്യം പറഞ്ഞാൽ പലരും ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം റീൽസിലും മാത്രം കണ്ട് വേടൻ്റെ പാട്ടുകൾ മാത്രം കേട്ട് അല്ലെങ്കിൽ വേടൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ജാതീയ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യവും ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കറിയായിരിക്കും ഈ ഒരാഴ്ച മുമ്പെന്തുമാണ് യു പിയിൽ ഭഗവത്ഗീത വായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ തലമുണ്ടനം ചെയ്ത് റോഡിൽ കൂടി നടത്തിയ ഒരു ദളിതനല്ല, ഒരു അടിസ്ഥാനവർഗ്ഗക്കാരല്ല, ആ നടത്തിയ യാദവനാണ്. യാദവൻ എന്ന് പറഞ്ഞാൽ OBC ആണ്. OBC ബ്രാഹ്മണർക്ക് വായിക്കാൻ മാത്രമുള്ള ഭഗവത്ഗീത ഒരു OBC കാരൻ വായിച്ചു എന്നിട്ട് അയാളെ തലമുണ്ടനം ചെയ്ത് യു പിയിൽ റോഡിൽ കൂടി നടത്തിയ ഇടയ്ക്കാണ്. രാജസ്ഥാനിൽ ഹ്യൂമൻ വേസ്റ്റ് 2 ദളിതരെ കൊണ്ട് കഴിപ്പിച്ച സംഭവം ഉണ്ടായി ഈ ഇടയ്ക്കാണ്. അതിനൊരു അവിടുത്തെ ഒരു കോൺഗ്രസ് മുതിർന്ന MLA അവിടുത്തെ കളക്ടറെ വിളിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെല്ലാം നമ്മൾ വീഡിയോ കണ്ടതാണ്. നിങ്ങൾ കണ്ടു കാണില്ല, കാരണം നിങ്ങൾ ജാതിയെ കാണാത്തവരാണോ? ജാതിയെ കാണുമ്പോൾ കണ്ണടയ്ക്കുന്നവരാണല്ലോ. ഇവിടെ അയൽ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിൽ പോലും BJP ഒരു നേതാവ് വന്നപ്പോൾ അവിടുത്തെ ലോക്കൽ നേതാവിനെ സ്റ്റേജിലേക്ക് വിളിക്കുകയുണ്ടായി. പക്ഷേ ആ BJP നേതാവിനോട് അവിടെ നിന്നൊരു ആൾ വിളിക്കണം, അയാളെ സ്റ്റേജിലേക്ക് വിളിക്കേണ്ട, അയാൾ സ്റ്റേജിലേക്ക് കയറ്റേണ്ട, കാരണം അയാൾ SC ആണെന്നാണ് അയാൾ പറഞ്ഞ റീസൺ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതെല്ലാം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലും ബീഹാറിലും ഹരിയാനയിലും UP യിലും രാജസ്ഥാനിലും അല്ലേ, നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണെന്ന്? നമ്മുടെ അതേ കേരളത്തിൽ, രാജസ്ഥാനിലും UP-യിലൊന്നുമല്ല, നമ്മുടെ കേരളത്തിലെ സെക്രട്ടേറിയറ്റിലാണ് ഒരു ദളിത് സ്ത്രീ സ്ഥലം മാറിപ്പോയതിന് ശുദ്ധീകരണം നടത്തിയത്. അതേ നമ്മുടെ കേരളത്തിലാണ് പാലക്കാട് ജാതിമതിൽ കെട്ടിയത്. ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അതേ കേരളത്തിൽ തന്നെയാണ് ഒരു ദളിത് സ്ത്രീയെ മാല മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് ആ ദളിത് സ്ത്രീയെ വളരെ മോശമായി ട്രീറ്റ് ചെയ്ത് നീ വേണമെങ്കിൽ കക്കൂസി പോയി വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ഈ പ്രിവിലേജിൽ നിന്ന് ഡയലോഗ് അടിക്കുന്നവർക്ക് ഈ ജാതി അധിക്ഷേപങ്ങളിൽ കൂടെ കടന്നു വന്ന ഒരാളുടെ പ്രശ്നം മനസ്സിലാവണമെന്നില്ല. അത് ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം ആഘാതം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരുപാട് ജാതി അധിക്ഷേപങ്ങൾ നേരിട്ട ഒരാളാണ്. എൻ്റെ കുട്ടിക്കാലത്തായാലും വളർന്നതിന് ശേഷം, ഈ ജോലി കിട്ടിയതിന് ശേഷം പോലും ഞാൻ ഒരുപാട് ജാതി അധിക്ഷേപങ്ങൾ നേരിട്ട ഒരാളാണ്. ജീവിതത്തിൽ അതിപ്പോഴും എന്നെ ഒരുപാട് ബാധിക്കാറുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഒരുപാട് മെന്റലി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വേടൻ എന്തോ പ്രിവിലേജ് കിട്ടുന്നു എന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട്. ഈ പച്ചയ്ക്ക് ജാതി രാഷ്ട്രീയം പറഞ്ഞ് നടക്കുന്ന സുരേഷ് ഗോപി കിട്ടുന്നതിൻ്റെ പകുതി പ്രിവിലേജ് പോലും വേടന് കിട്ടുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കണം.